യദുഭൂമിപനാക്കിയോൻ കാർഗസ്യം ദുഃഖദം ശംഭോ ത്രിവംശം ധർമ്മപഞ്ചകം സദാ ബന്ധകരം മോശവർത്തനാം തത്വദുർലഭം പൈപ്പിതൻ മക്കളെ കണ്ടു ജാമ്പവത്പുത്രിയും പ്രിയ പ്രേരിപ്പിച്ച തപസ്സിനാൽ പുത്രാർത്ഥം മദനാതക തപസ് ചെയ്തേ ഞാനേവം പുത്ര കാമാധ്യാപിക്കാൻ ലജ്ജ തോന്നുന്നു ദേവദേവ ജഗദ്ഗുരു ദേവേശൻ മുഖ്യൻ 10 വർഷങ്ങൾ പ്രസന്നനായി തീർന്നാൽ പിന്നീട് ആദരിക്കും ദൃശ്യമാം നശ്വരസുഖം പെണ്ണിൻ പ്രേരണയിൽ പെട്ടു മായയാൽ മൂഢനാമിവൻ മുക്തൻ നിന്നോട് എന്നിട്ടും യാചിപ്പൂ ഒറ്റനെ പ്രഭുവും നാശമാം ധർമ്മം ഇതിനീ സംസാരം ദുഃഖസാധനം അനിത്യമെന്നറിഞ്ഞിട്ടും ശംഭോ വൈരാഗ്യമില്ലമേ ശാപത്തിലെ മണ്ണിൽ നാരായണൻ വംശമായി ഞാൻ പിറന്നു മായകൽക്കത്തിൽപ്പെട്ടു ദുഃഖം കുടിക്കുകയാം വ്യാസൻ പറഞ്ഞു ദേവം കലിക്കും ആ കൃഷ്ണൻ തന്നോട് അനേകം മക്കളുണ്ടാകും നിനക്ക് അരി നിശുദ്ധനാം എന്ന് 2000 പിന്നെ 50 പിന്നെ 50 14 നിനക്കുണ്ടാം 10 മക്കൾ ബീജബലമിരൻ ഇത്രയും ചൊന്നാശ നിർത്തി ശങ്കരൻ പ്രിയദർശനൻ കുമ്പിട്ട് നിൽക്കും കരിയോടോടിനാളാശൈലജ കൃഷ്ണകൃഷ്ണ മഹാബാഹോ പ്രപഞ്ചത്തിൽ നീ സദാ ഗ്രഹസ്ഥന്മാരിൽ വെച്ച് ആ കൃതമനായി തീർന്നിടും കരയും 100 വർഷം ഇനി തീർന്നാൽ ഇപ്രശാപമോപിനം കാന്താരി ശാപവും മൂലം തവ വംശം മുടിഞ്ഞു പോം തമ്മിൽ തെല്ലുമനിക്കും ഒറ്റന്മാർ ശാപമോഹിതർ ശീഘ്രം പോയി ലൗപണ്ണം യാദവന്മാരുടെ ശേഷവും പിന്നെ ദേഹം സഞ്ചരിച്ച് അഗ്രജം വരുന്നതെ പറ്റി ഏതും ഖേദം വയ്ക്കാൻ നീ അവശ്യ സംഭവത്തിങ്കലില്ല മറ്റൊരു പായവും അവശ്യ സംഭവത്തിങ്കലില്ല മറ്റൊരു പായവും എന്നിച്ചയാണ് ഇതിൽ ഖേദം വെച്ചിട്ടില്ല എന്നിച്ചയാണ് ഇതിൽ ഖേദം വെച്ചിട്ടില്ലൊരു കാര്യവും അഷ്ടാവക്രന്റെ ശാപത്താൽ നിൻ പത്നികളൊക്കെയും നീ മരിക്കേതസ്കരന്മാർ കൊണ്ടുപോകും ജനാർദ്ദനാം ഏവം മറഞ്ഞാൽ ഉമയും ദേവന്മാർക്ക് ശംഭവും ഉപവന്നിവേനി വന്നിച്ച് കൃഷ്ണനും പൂവിനാൻ ഗൃഹം അപ്പോൾ ബ്രഹ്മാദി ദേവന്മാർ ഈശന്മാരെങ്കിലും കൃപ മായകൻ വൻതിരത്തല്ല് ചാഞ്ചാടും ചിത്രമൊത്തുതാൻ കത്തിപ്പോ തഥാ ആ വാക്ക് തത് അംശന്മാരായി വായിക്കണം പത്തിപ്പോ തത് അംശന്മാരായി തദ്വംശന്മാരാണ് ചാർദ്ദരിയാലും അദ്ദേഹത്തിന്റെ അംശന്മാരായി മരപ്പാവന പോലവേ ജന്മകർമ്മം പോലെ ഓരോരുത്തരെയും അകർനിശം പ്രേരിപ്പിച്ചു മായയാം ആ പരബ്രഹ്മസ്വരൂപിണി അവൾക്കില്ലേതുമേ വേദബുദ്ധിയോ നിർഗുണത്വമോ ജീവന് മോക്ഷമേകാനായി മാത്രം എത്തിക്കയാണ് അവൾ ഈ വിഷമുണ്ടാക്കി കർമ്മിപ്പിക്കാതിരിക്കുകയിൽ ജഗത്തെ കുറിച്ച് പറയുകയാണ് അവരെ ഈ വിഷമുണ്ടാക്കി കർമ്മിപ്പിക്കാതിരിക്കുകയിൽ മായാലീനം വിശ്വമെല്ലാം ജഡമായി താൻ ഇരുന്നിടും അതിനാൽ അത്ഭുതജാലം സമസ്തം കൃപയാലവൾ സൃഷ്ടിച്ചു സങ്കടം പ്രേരിപ്പിക്കുകയാണെന്നു നിശ്ചയം അതിനാൽ വിധിതൊട്ടുള്ളോർ മോഹിക്കിൽ ശങ്ക എന്നതിൽ സുരാസുരന്മാരകിടം മായപ്പെട്ടു ചുറ്റുപോൾ സ്വതന്ത്രയും സ്വേച്ഛപോൽ ചെയ്വോളും ആ ദേവദേവിതാൻ സർവാത്മനാ സേവനീയ അതിനാലാ മഹേശ്വരി അവൾക്ക് മീതയായൊന്നുമില്ല മൂലകത്തിലും ജന്മസാഫല്യതം തന്നെ ആ പരാശക്തി തൻ സ്മൃതി ഏതൊരു വാക്കിനോടും ദ എന്നൊരു വാക്ക് വന്നാൽ അതിന് നൽകുന്നവൾ എന്നർത്ഥം വരണം. നമ്മൾ ലളിതാ സഹസ്രം വായിക്കുമ്പോൾ ജ്ഞാനത മോക്ഷത ദാനത എന്ന പലതും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അവൾക്ക് നീതയൊന്നുമില്ല മൂലകത്തിലും ജന്മസാഫല്യതം തന്നെ. നമ്മുടെ ജന്മത്തെ സഫലമാക്കി നൽകുന്നവർ തന്നെയാണ് ദേവി ആ പരാശക്തിയുടെ സ്മൃതി.
അമ്മയെക്കുറിച്ചുള്ള സ്മരണ പോലും നമ്മുടെ ദുഃഖദുരിതങ്ങളെ ഇല്ലാതാക്കും. കുലദൈവം ദേവിയല്ലോ, കുലദൈവം ദേവിയല്ല കുലത്തിങ്കൽ ജനിക്കലേ. ദേവിയല്ലോ എന്നല്ല, കുലദൈവം ദേവിയല്ല കുലത്തിങ്കൽ ജനിക്കലേ. അപ്പം എന്തായി കുടുംബത്തിന്റെ പേര്? പാലപ്പുറം, കേവലപ്പുറം. നിങ്ങൾ ഓർമ്മയുണ്ടോ അറിയാതല്ല, ഞാൻ പല സ്ഥലത്തന്നെ. അപ്പൊ നിങ്ങളുടെ ഭാഗ്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഏത് കുടുംബത്തിന്റെയും കുലദേവതമാരെ അന്വേഷിച്ചെന്നാൽ അത് മിക്കവാറും ദേവിമാരായിരിക്കുന്ന അവസ്ഥ അറിയാമോ? ദേവി ഭാഗത്തെ പറഞ്ഞു കേട്ടോ, കുലദൈവം. ഇതൊക്കെ പേന വെച്ചോണ്ട് വേണം പുസ്തകം വായിക്കാൻ. ഓരോരോ ഭാഗങ്ങൾ പറയും. ഞാൻ ഈ വായിക്കാൻ എന്നാല് പൗരാനായിട്ട് തെറ്റും. ഞാനറിയാവോ വായിച്ചില്ലേ? ഞാൻ എടുത്തു പോയ എനിക്ക് എന്തെങ്കിലും കണ്ടാൽ പറയാം. കുലദൈവം ദേവിയല്ല കുലത്തിൽ ജനിക്കല. കുലദൈവം ദേവിയല്ല എന്ന് പറഞ്ഞ ഒരു കുലത്തിനും ആരും ജനിക്കരുത്. അതെന്താണ്? കുലദൈവം ദേവിയാവണം. അത് സുഹൃത്തുക്കളാണ്. അപ്പൊ ദേവനപ്പെടുത്തുകാരായ നിങ്ങൾ അത്രമാത്രം സുഹൃത്തുക്കളാണ്. കാരണം എന്താണ്? കാരണം എന്താണ്? ആരും ഈ കുടുംബത്തിലെ ഒരു ശബ്ദത്തിലെ കാര്യം പറഞ്ഞു. ദേവൻ എന്ന് പറയുമ്പോഴേ നമ്മുടെ ഒരു കുലത്തിൽ എല്ലാവർക്കും ഒരു കുലമുണ്ട്. ഈ നിങ്ങൾ അല്ലെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കുലമുണ്ട്. ആ കുലത്തിൽ ദേവത ഉണ്ടാവും. അത് ദേവിയാകാനാണ് മിക്കവാറും സാധ്യത. അതാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ പൊതുവെ എനിക്കൊരു കുടുംബ ദേവതയുണ്ട്. അത് പറയുമ്പോൾ 6 മണിക്ക് പുറമേക്കാണ്, ചെറുപുരക്കാട്ടെന്നാണ് പറയുന്നത്. അവിടെ ദേവിയാണ്. അപ്പൊ നിങ്ങളുടെ കുലദേവത എന്റെ നാട്ടിലെ ഗ്രാമദേവത നിങ്ങളുടെ ഗ്രാമദേവതയാവാം, നിങ്ങളുടെ പരദേവതയാവാം. ഏതായാലും പരദേവത ആത്മക ദേവിയായിരിക്കുമല്ലോ. അവരുടെ ജന്മം സഫലമെന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ ഈ കുടുംബത്തിന്റെ കുലദേവതയല്ലേ ഈ ശ്രദ്ധ. അപ്പൊ തീർച്ചയായിട്ടും ഇത്ര ഉഗ്രസ്വരൂപിണിയായിരിക്കണം, വളരെ ശാന്തസ്വരൂപിണിയായിരിക്കണം ദുർഗാദേവി വിശ്വസിക്കുന്നു. ഭഗവാന്റെ അവതാര സ്ഥലത്ത് അപ്പം കേട്ടു ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് അമ്മയുടെ അനുഗ്രഹദായകമായ സൂചനകളാണെന്ന് മനസ്സിലാക്കണം, അത് ഉൾക്കൊള്ളണം. അതുകൊണ്ട് ആ ഭാഗം വായിച്ചു കേട്ടോ. കുലദൈവം ദേവി എല്ലാ കുലത്തിൽ എനിക്കൊലേ. ദേവി ഞാൻ, അന്യനല്ലേ ഞാൻ, ബ്രഹ്മം ഞാൻ, ദുഃഖിയല്ല ഞാൻ. ദേവി ഞാൻ, അന്യനല്ലീ ഞാൻ, ബ്രഹ്മം ഞാൻ, ദുഃഖിയല്ല ഞാൻ. അഭേദമായി കാരണം ഈ മട്ടില ജഗദംബയെ. ഗുരുപദേശവും വേദവാക്യവും കൊണ്ട് അഭേദമായി നിത്യം ഏകാഗ്രമായി ധ്യാനിക്കണം ആത്മസ്വരൂപയെ. മുക്തനാ ഇതിനാലാക കർമ്മം മറ്റെത്ര ചെയ്യിലും. നിർമ്മലാശേരാശേരാശരാനുരീശ്വരം ആത്മരൂപയെ ഈവണ്ണം അറിഞ്ഞു ഭവമുക്തരായി ബ്രഹ്മാദീശ്വരരും ഗൗരി ലക്ഷ്മി തൊട്ടോരോരു ജീവിതം ആ സച്ചിദ്രൂപയെ തന്നെ ഉപാസിക്കുകയാം സദാ. ഭവദുഃഖപ്പേടി കൊണ്ട് നീ ചോദിച്ചതിനൊക്കെയും സമാധാനം ചൊല്ലു തന്നേ. ഇനി കേൾക്കേണ്ടതെന്തുവാൻ? സർവപാപകരം പുണ്യം പുരാണം പരമത്ഭുതം ശ്രേഷ്ഠമാഖ്യാനമാമിത് ഞാൻ ഓടിത്തന്നേന്ന രാജിവാം. ഈ പുരാണം വേദതുല്യം നിത്യം കേൾക്കുന്ന മാനവൻ ദേവീ പദത്തിൽ മോദിക്കും. സർവപാപവിമുക്തനായി ഈ പുരാണം വേദതുല്യം ഈ വായിക്കുന്ന ദേവി ഭാഗവത മഹാപുരാണം വേദതുല്യം നിത്യം കേൾക്കുന്ന മാനവൻ ദേവീപദത്തിൽ മോദിക്കും. സർവപാപവിമുക്തനായി സവിസ്തരം വ്യാസദേവൻ ശ്രീമദ് ഭാഗവതാപിതം 5-ാം പുരാണം എഴുതുന്നത് കേട്ട് പഠിച്ചു ഞാൻ. സവിസ്തരം വ്യാസദേവൻ ശ്രീമദ് ഭാഗവതാധിപം. വ്യാസദേവൻ എഴുതിയിട്ടുള്ള ശ്രീമദ് ഭാഗവതാധിപം, ശ്രീമദ് ഭാഗവതന്റെ പേരോടുകൂടിയ 5-ാമത്തെ പുരാണമായ ഇത് അദ്ദേഹം ചൊല്ലിയത് കേട്ട് പഠിച്ചവനാണ് ഞാൻ സൂതൻ എന്നാണ് ഇവിടെ പറഞ്ഞത്. അതിനെപ്പറ്റി ഒരു ചെറിയ വിവരണം ഞാൻ വിശദീകരിച്ച് നൽകാം. ഇങ്ങനെ സർവചന്ദ്രകനം എന്ന 25-ായത്തോടൊപ്പം 4-ാം സ്കന്ധം. ഓം ശ്രീരാം നമ്മുടെ ഉദ്യോഗത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? അപ്പൊ ഇത് നമ്മുടെ പാരായണം
ഉച്ചതിരിഞ്ഞാക്കാൻ ബാക്കി. കാര്യം ഒരുപാട് ചടങ്ങുകളുണ്ട്. അത്ര മണി പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാ ഭക്തജനങ്ങളിലും അധികമായിട്ട് വരണം. കാരണം കൃഷ്ണാവതാര ഭാഗത്തിന് ധന്യത ഇതിന്റെ സംഘാടകരാരെങ്കിലും ആ അമ്മ ആരെങ്കിലും ഒരാൾ ഇവിടെ വന്ന ആ ചേച്ചിയുടെ നമ്മുടെ ഉണ്ണിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടോ? നിങ്ങൾ ആളുകളെ തരിക എന്നുള്ളതേ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യും. അപ്പൊ പ്രിയമുള്ളവരെ, ഈ ശബ്ദം കേൾക്കുന്ന പരിസരത്തുള്ള ഭക്തജനങ്ങളെ നാട്ടുകാരെ അങ്ങനെയുള്ള ആൾക്കാരുടെ അറിവിലേക്കാണ് നമുക്ക് ഇവിടെ ശ്രീകൃഷ്ണാവതാരം എന്ന് പറയുന്ന ധന്യമായ ചടങ്ങ് പാരായണം ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അവിടെ അങ്ങനെ ഇവിടെ ഭക്തജനങ്ങൾ ആരും കൂടുതലില്ലാതിരുന്നത് കൊണ്ട് അതിന് താൽക്കാലികമായി പൂജ ചെയ്ത് പോയെങ്കിലും അത് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാകട്ടെ എന്ന് കരുതി ശ്രീകൃഷ്ണാവതാര ഭാഗം ഒന്നുകൂടി വായിക്കുകയാണ്. ആ ശ്രീകൃഷ്ണാവതാര ഭാഗം ഒന്നുകൂടി വായിച്ചു കഴിഞ്ഞാൽ അവതാര പൂജയുണ്ടാവും, അവതാര കീർത്തനം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഈ ഭാഗവതം ഇവിടെ ഭഗവാന്റെ നാമങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് രണ്ടവർ ചൊല്ലും. ഇവിടെ ഒരു മോള് ഭഗവാന്റെ ഒരു പാട്ട് പാടാൻ ആഗ്രഹിച്ചതിന് ഇവിടെ വന്നിരുന്നു. എന്നിട്ട് അങ്ങനെ ആഗ്രഹിച്ച് വന്നെങ്കിൽ ആ സമയത്ത് നമ്മുടെ പൗരാണിക ആ ഒരു പാട്ട് പാടി. അപ്പൊ വീണ്ടും ആ കുട്ടിയെ കൊണ്ട് ആ പാട്ട് പഠിപ്പിക്കേണ്ടതെന്ന് കരുതി. എന്നെ ശ്രീകൃഷ്ണാവതാരത്തിന് വേണ്ടി പാടാൻ വെച്ച പാട്ടായിരുന്നു അദ്ദേഹം ഇന്നലെ പാടിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഇവിടെ വേണം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് എത്തിച്ചേരാം. അങ്ങനെയുള്ള ഇവിടെ അവർ 12 മണി കഴിഞ്ഞിട്ട് മതി. ആ സമയത്ത് ആ കുട്ടിക്കും പാടാനൊരു അവസരം കൊടുക്കാം എന്ന് എൻ്റെ സംഘാടകരെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് കൊടുക്കാം. അല്ലെങ്കിൽ ഉണ്ണിയോടുണ്ട്, ഉണ്ണിയോടെന്ന് പറഞ്ഞാൽ എത്ര കുട്ടികളുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം അതിനുള്ള ഇലയൊക്കെ സംഘടിപ്പിച്ച് വായൊക്കെ ഇട്ട് അവരെ അതിനെ ഇരുത്താനായിട്ട് അതിൻ്റെ ഒഴുക്കങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞ് ഇവരെ നാമം ജപിച്ച് കൃഷ്ണാവതാരം കൊണ്ട് ആവർത്തിച്ച് അതിൻ്റെ കീർത്തനം കഴിഞ്ഞ ശേഷം ഞാൻ കൊണ്ടുവരാം. നിങ്ങൾക്ക് വേണ്ടി കുറച്ച് നേരത്തെ നിർത്തുകയാണ്. എന്തിനു വേണ്ടി? നിർത്തലല്ല, തുടരുകയാണ്. പാരായണം കുറച്ച് നിർത്തുകയാണ്. കാര്യം 1 മണിയാകുമ്പോൾ നമ്മുടെ പ്രസാദം കിടന്ന സമയമാണ്. ആ സമയത്തിൻ്റെ ഇടയ്ക്ക് അരമ്പുണ്ടാക്കാൻ പാടില്ല. ഇത് നല്ല ആധ്യാത്മികമായ വിഷയങ്ങളാണ്. ഹരിയും അവരിൽ പങ്കെടുക്കാൻ എത്തിക്കുന്ന ഭക്തജനങ്ങളൊക്കെ കുറച്ച് മുന്നോട്ട് കയറിയിരിക്കണം. ആ ഭഗവാന്റെ അവതാരം ഒന്നുകൂടി വായിച്ചുകൊണ്ട് ആ അവതാര കീർത്തനത്തോടുകൂടി നമ്മുടെ ഭാഗവത പാരായണം സമർപ്പിക്കും. ഉച്ചവരെ തന്നെ അത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞുകൊള്ളാം. ഹരിയോം ഹരി ശ്രീകൃഷ്ണ അവതാരം ഒന്നുകൂടി. ഭഗവാന്റെ നാമം എത്ര വലിയാലും അധികമാവില്ലല്ലോ. അധികം ഫലമെന്നാണ്. ഭഗവത് നാമം അധികം ജപിച്ചതുകൊണ്ട് ദോഷം വരില്ലല്ലോ. അതുകൊണ്ട് ആവർത്തിക്കുന്നതിൽ ഒരു അപാകതയുമില്ല എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് കൃഷ്ണാവതാര ഭാഗം മുന്നോട്ട് നോക്കിക്കൊണ്ട് തഥാ അനുസൃതമായിരിക്കുന്ന പൂജകളും അതിൻ്റെ കീർത്തനങ്ങളുമൊക്കെ നിങ്ങൾക്ക് കേട്ട് ധന്യധന്യരാവാം. ഇത് ഭക്തജനമില്ലാത്തതുകൊണ്ടാണ് നേരത്തെ ചെയ്യാറുള്ളത്. ഉള്ള ഭക്തജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കർമ്മമായതുകൊണ്ടാണ് ഞങ്ങൾ അധികം പണിയെടുക്കുന്നത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഹരിയോം 4-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ 4-ാമത്തെ സ്കന്ധത്തിൽ 23-ാമത്തെ അധ്യായത്തിലാണ് ശ്രീകൃഷ്ണാവതാര ഭാഗം വരുന്നത്. ഹരിയോം ഹരി. ഓം ശ്രീ ലളിതാംബികായേ ഓം ശ്രീ പരബ്രഹ്മണേ ഓം ശ്രീ മഹാദേവി വസുദേവരോടം അർദ്ധരാത്രിയിൽ ചുന്നുദേവി എന്തു ചെയ്യുന്നു ഇരുന്നോരംഭിക്കയായി പ്രഭു ഭയങ്കരന്മാകാവൽക്കാരൻ പെരുത്തുണ്ടിങ്ങലിപ്പതായി കണ്ടോടും ഹത്യം ചെയ്തോ ഇങ്ങനെ അയക്കുകയും മകനെ പറ്റ മാത്രയിൽ കുഞ്ഞിന്റെ മാത്രമേ കണ്ണിൽ സമരേ മുഖം തിരിക്കുകയും
കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. സ്വാഗതം കൃഷ്ണ, സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ, സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ, സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. മധുര പുരിസദന മൃദുവദന മധുസൂദന സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. മധുര പുരിസദന മൃദുവദന മധുസൂദന സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. Jana
Krishna Madhura Puri Sada Pradubhada Madhunadai Krishna Madhura Puri Sada Pradubhada Madhunadai Krishna